ഹേ ഗായ്സ്, ഞങ്ങളിതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. ഐഷു ജോബൊക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 49 കയറി ഒരു ഷാർജ ഷേക്കും ഐഷുവിനൊരു ബർഗറും ഞാനൊരു ഗ്രേ മൊഹിറ്റോയും കുടിച്ചു. സോ ഇനി ഞങ്ങൾ നേരെ ഷോപ്പിംഗ്. ശേഷം ഞങ്ങളിവിടെ സർപ്ലസ് സ്റ്റോറിൽ വന്നിട്ടുണ്ട് കേട്ടോ. സർപ്ലസ് സ്റ്റോറിലാണെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റിയിലുള്ള കുറേ ഡ്രസ് കളക്ഷൻ ഉണ്ട്. ഇത് 786 ആണ് കേട്ടോ. പെർ kg 786 എന്ന് പറയുന്നൊരു സർപ്ലസ് സ്റ്റോറാണ്. പക്ഷേ ഇതല്ലാതെ വേറൊരു സർപ്ലസ് സ്റ്റോർ ഉണ്ട്. അത് വരുന്നത് നമ്മുടെ കോൺവെൻറ്റ് ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ്. കോൺവെൻറ്റ് ജംഗ്ഷനിലുള്ള അവിടെയാണ് ഇഷ്ടംപോലെ പാൻസിൻ്റെ കളക്ഷൻ ഉണ്ട്. ഇവിടെ ടോപ്സിൻ്റെയാണ്. അപ്പോൾ നമ്മൾ അത് രണ്ടും ബാലൻസ് ചെയ്ത് വേണം നല്ലൊരു അറ്റയർ നമുക്ക് മാച്ച് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇനി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അവർക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഞങ്ങളൊരു ട്രെൻഡ്സ് വരെ പോവാണ് കേട്ടോ. ഇവിടെ കുറേ ഷർട്ട് കളക്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യമേ എല്ലാം വേറെ നോർമൽ ഷർട്ട്സ് നോക്കി. എനിക്കതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഒരു ഓലിവ് ഗ്രീൻ നല്ലൊരു ഷർട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ ബൈ 1 get 1. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഒരു ഷർട്ട് മേടിക്കുന്ന കൂടെ 2 ഷർട്ട് മേടിക്കുമ്പോൾ അതവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് തീരുമാനിച്ചു വന്നാൽ. അപ്പോൾ ഇതങ്ങോട്ട് ഞാൻ മേടിച്ചു. പൊതുവെ ഞാൻ ലൈറ്റ് കളേഴ്സാണ് കേട്ടോ ഇടാറ്. അപ്പം ലൈറ്റ് കളേഴ്സ് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ലൈറ്റ് കളേഴ്സിലെ ഷർട്ടാണ് നോക്കുന്നത്. പക്ഷെ ഞാൻ മേടിക്കുന്ന ആളോ ഡാർക്ക് കളേഴ്സ് മാത്രമേ ഇടുന്നുള്ളൂ. ലൈറ്റ് കളേഴ്സൊക്കെ ഇട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ 2 ഇതാണ് കേട്ടോ മേടിച്ചത്. സോ ഇനി എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ നേരെ വീട്ടിൽ വന്ന് എൻ്റെ റൂമിൽ വന്ന് എൻ്റെ ഡ്രസ്സസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുകയാണ് കേട്ടോ. അവിടെ ട്രയൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ ഫേവറേറ്റ് ടോപ്പ്. നല്ലതാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. കംഫി ആയിരുന്നു. ഇതും ഭയങ്കര കംഫിയാണ് കേട്ടോ. സോ ടിഷ്യൂ മിനി സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. കാഷ്വലായിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടേലൊക്കെ പോകാൻ ഇടാനൊക്കെ അടിപൊളിയാണ്. പിന്നെ വൈറ്റ് എനിക്കിഷ്ടമായതുകൊണ്ട് ഒരു വൈറ്റ് ടോപ്പും കൂടെ എടുത്തു. ഇതും എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു വൂളൻ വർക്കൊക്കെ അതിലുണ്ട്. അപ്പം കുറച്ച് ക്രഷ്ഡാണ്. സെക്കൻഡ് ക്വാളിറ്റി ആണല്ലോ, എല്ലാം നമ്മളൊന്ന് റെഡിയാക്കി എടുത്താൽ സെറ്റാണ്. അങ്ങനെ ഞാനിനി ഉറങ്ങാൻ പോവാണ്. ഇതാണ് എൻ്റെ ഡബ്ലിംഗ് എന്ന് പറഞ്ഞ പാവയായിരുന്നു കേട്ടോ. ഇത് കുറേ നാളായിട്ട് എൻ്റെ വാർഡ്രോബിനകത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത് ചുമ്മാ ഒന്ന് പൊടിയൊക്കെ തട്ടി ഒന്ന് എടുത്തതാണ്. സോ ഇതിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരുന്നിട്ട് വേറെ ആരും സംസാരിക്കാനൊന്നും റൂമിലില്ല. സോ ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇനി അങ്ങോട്ട് കിടന്നുറങ്ങാൻ പോവാം.